ആര് വീഴും ആര് വാഴുമെന്ന് നാളെ അറിയാൻ കഴിയും. ചങ്കിടിപ്പോടെയാണ് ഓരോ നേതാക്കളും ഓരോ പാർട്ടിയും ഇന്നത്തെ ദിവസം തള്ളി നീക്കുന്നത്. നാളെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെയോടുകൂടി പുറത്തറിയാൻ സാധിക്കും. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ തന്നെ ആരായിരിക്കും ഇനി 5 വർഷം ഭരിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ സാധിക്കും. ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്നാൽ നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ UDF ജയിച്ചില്ലെങ്കിൽ UDFിന്റെ ഭാവി തന്നെ ഒരു തീരുമാനമാകും. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിൽ അങ്ങനത്തെ ഒരു പാർട്ടിയായി CPM മാറും. കേരളത്തിൽ BJP ശക്തമായി തന്നെ വേരുറപ്പിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാൻ സാധിക്കും. തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിൽ UDFും ഭരണ തുടർച്ച എന്ന പ്രതീക്ഷ വിടാതെ LDFും സംസ്ഥാനത്ത് വേരുറപ്പിച്ചു തുടങ്ങാമെന്ന ആത്മവിശ്വാസത്തിൽ BJPയും. നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് 3 പാർട്ടികളും. 10 വർഷത്തിന് ശേഷം കേരളം മാറി ചിന്തിച്ചു എന്ന വ്യക്തമായ സൂചന എക്സിറ്റ് പോളുകൾ കൂടി നൽകിയതോടെ പ്രതീക്ഷയുടെ കൊടുമുടിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഉടൻ തന്നെ ഈ പായസം വയ്ക്കാനുള്ള ചെമ്പുകളും വാർപ്പുകളും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിനും അല്ലെങ്കിൽ 2000 കിലോളം ലഡുകളൊക്കെയാണ് കോൺഗ്രസും BJPയും ഒക്കെ ഓർഡർ നൽകി കഴിഞ്ഞത്. കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകൾ 80 പ്രവചിച്ച ശേഷം 99 സീറ്റുകൾ കിട്ടിയതിനാൽ ഇത്തവണ പ്രവചിക്കപ്പെട്ട 60 കടന്ന് വിജയസംഖ്യയിലെത്താൻ സാധ്യത ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് CPM. ഏതാനും സീറ്റുകളിൽ വിജയിക്കാനിടയുണ്ടെന്ന് എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതിനാൽ BJPയും പ്രതീക്ഷയിലാണ്. ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ കനത്ത വിജയത്തിന്റെ സ്വാഭാവിക തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. 80 മുതൽ 85 സീറ്റാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ 95 കടക്കുമെന്നും 79 മുതൽ 84 സീറ്റ് UDF നേടുമെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്ക്. മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, വയനാട് ജില്ലകളിലാണ് മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. 75 സീറ്റാണ് CPMന്റെ കണക്കിൽ. 61 സീറ്റുകളിൽ ഉറച്ച വിജയവും 14 സീറ്റിൽ മേൽക്കൈയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPIയുടെ കണക്കുകൂട്ടൽ. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ ഇതെല്ലാം കൂടെ നിൽക്കുമെന്നൊരു വിശ്വാസത്തിലാണ് LDF കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ സീറ്റുകളിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. 2021 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയ BJP ഇത്തവണ 16 മുതൽ 20 സീറ്റുകളിൽ മുന്നണികളിൽ ഒന്നിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12.52% വോട്ട് നേടിയ BJP 15 മുതൽ 16% വോട്ടിലേക്ക് ഉയർന്നാൽ ആരെയാകും ബാധിക്കുക എന്നത് മുന്നണികൾക്ക് നിർണായകമാണ്. CPMന് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, അതായത് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന് ചോദിച്ചാൽ, പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറും. കേരളത്തിലെ ഭരണ തുടർച്ച ദേശീയ പ്രസക്തി നിലനിർത്താൻ CPMന് അനിവാര്യമാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം കോൺഗ്രസ് തിരിച്ചു വരാനായില്ലെങ്കിൽ UDF സംവിധാനം തന്നെ ആകെ തകർന്ന് തരിപ്പണമാകും. അത് പ്രതിപക്ഷ നേതാവിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു മികച്ച പ്രതിപക്ഷ നേതാവല്ല VD സതീശൻ എന്ന് തെളിയും. അതുകൊണ്ട് CPMനും അതോടൊപ്പം തന്നെ UDFനും ഇവർക്ക് രണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അഗ്നി പരീക്ഷയാണ്. BJP എല്ലാ സീറ്റുകൾ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ, അതായത് 9 എക്സിറ്റ് പോളുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്ന് ഒരു മാറ്റം കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിൽക്കുന്നത്.